Afternoon, dear students. Silent prayer. How are you all? Hope all are fine. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് മിടുക്കലായിട്ടിരിക്കുവാണോ? നമുക്ക് മാത്സ് പഠിച്ചേക്കാം. ഉറങ്ങി പോവോ? ഇല്ല, മിടുക്കലല്ലേ? ഓക്കെ. In first chapter, we learned more about numbers. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നമ്പേഴ്സിന്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കമ്പയറിങ് നമ്പേഴ്സ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ്, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ദെൻ ന്യൂമറിക് ഡിഫറെന്റ് നെയിമിംഗ് സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ആൻഡ് ഇന്ത്യൻ സിസ്റ്റം, ദെൻ പ്ലേസ് ബോക്സിൽ എഴുതുന്നത്, ദെൻ നമ്പർ നെയിം, ലാർജ് നമ്പേഴ്സിന്റെ നമ്പർ നെയിം, ഇങ്ങനെ നമ്മളൊക്കെ പഠിച്ചു. ഇനി ഈ ലാർജ് നമ്പേഴ്സ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, വേർഡ് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് ഈ ലാർജ് നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ പറയുന്ന അത്രയും വലിയ ലാർജ് നമ്പേഴ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട. നമ്മൾ സാധാരണ 5th സ്റ്റാൻഡേർഡ് വരെ യൂസ് ചെയ്ത നമ്പേഴ്സ് ഒക്കെ തന്നെയാണ് എക്സസൈസ് 1.2 വേർഡ് പ്രോബ്ലംസിൽ തരുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യാം, റിവൈസ് ചെയ്യാം. നിങ്ങൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ അളവ് മെഷർമെന്റ് പറയണം, അല്ലെ? നമ്മളിപ്പോ നിങ്ങളുടെ പേരൻസ് കിച്ചണിലേക്കുള്ള ഒബ്ജക്ട്സ് വാങ്ങിക്കുമ്പോൾ ഷുഗർ അല്ലെങ്കിൽ റൈസ് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോ എങ്ങനെയാ അവര് പറയുന്നേ? അവര് റൈസ് മേടിക്കുവാണെങ്കിൽ 5 കിലോഗ്രാം, 5 kg, അല്ലെങ്കിൽ ഷുഗർ മേടിച്ചാൽ 1 kg, അല്ലെങ്കിൽ 1/2 kg, അല്ലെങ്കിൽ 1/2 kgക്ക് നമ്മൾ 500 gram എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ഏറ്റവും സ്മോൾ ആയിട്ട്, തീരെ സ്മോൾ ആയിട്ടുള്ള നമ്മൾ അതിന്റെ വെയിറ്റ് പറയാൻ നേരത്ത് നമ്മൾ മില്ലിഗ്രാം യൂസ് ചെയ്യും. മില്ലിഗ്രാം എങ്ങനെയാ ഷോർട്ട് ഫോമിൽ എഴുതുന്നത്? mg, മില്ലിഗ്രാം യൂസ് ചെയ്യും. അതിനേക്കാൾ കുറച്ചുകൂടെ ഉള്ളത് നമ്മളിപ്പോ 1/2 kg, അതായത് 1/2 കിലോ ഒക്കെ വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഗ്രാം യൂസ് ചെയ്യുന്നത്. ഗ്രാം, മില്ലിഗ്രാമിനേക്കാൾ കുറച്ചുകൂടെ കൂടിയത് ഗ്രാം. ഇനി അതിന്റെ അളവ് വീണ്ടും കൂടി, ഒത്തിരി കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബിഗ് ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോൾ കിലോഗ്രാം യൂസ് ചെയ്യും. അപ്പൊ തീരെ സ്മോൾ വെയിറ്റിന് മില്ലിഗ്രാം, അത് കഴിഞ്ഞുള്ളത് ഗ്രാം, പിന്നെ ഉള്ളത് കിലോഗ്രാം. നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. വെയിറ്റിന്റെ മെഷർമെന്റ് പറയുമ്പോൾ നമ്മൾ മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം എന്ന് യൂസ് ചെയ്യും. ഇനി ഈ ഗ്രാമും മില്ലിഗ്രാമും കിലോഗ്രാമും തമ്മിലൊരു റിലേഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമും മില്ലിഗ്രാമും റിലേറ്റ് ചെയ്തു, അതുപോലെ കിലോഗ്രാമും ഗ്രാമും റിലേറ്റ് ചെയ്തു ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? 1 gram ഈസ് ഈക്വൽ ടു 1000 milligram. ഈ ചെറിയ സ്മോൾ വെയിറ്റ് നമ്മൾ എടുത്തെടുത്ത് 1000 milligram ഒന്നിച്ചു വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? 1 gram ആയെന്ന് പറയും. അപ്പൊ 1 kilogram ആണെങ്കിലോ 1 kilogram ഈക്വൽ ടു 1000 gram. ഈ 1000 gram ഒന്നിച്ച് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ 1 kilogram ആയി. ഓക്കെ, സോ 1 gram ഈക്വൽ 1000 milligram. ഇതിന്റെ മീനിങ് എന്താ? 1000 milligram, അത്രയും ഇതെടുത്ത് വെച്ച് ഒന്നിച്ച് ചേർത്ത് കഴിയുമ്പോഴാണ് 1 gram ആയിട്ട് മാറുന്നത്. അതുപോലെ 1000 gram ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 1 kilogram ആയി മാറി. ഈ രണ്ട് റിലേഷനും ശരിക്കും ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മള് ശരിക്കും നമ്മൾ എന്താ എപ്പോഴും ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്നത് ലെന്ത് മെഷർ ചെയ്യാനായിട്ട്. ലെന്ത്, ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ദൂരം പോയി ഡിസ്റ്റൻസിന്റെ കാര്യം ലെന്ത്, ബ്രെഡ്ത്ത് ഒക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഈ യൂണിറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. എത്ര പേര് അവിടെ ഇരുന്ന് പറയുന്നേ? മിടുക്കര് പിള്ളേരാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ലെന്ത് നമ്മള് അതിന് ഏത് യൂണിറ്റ് ആയിരിക്കും? മില്ലിമീറ്റർ. മില്ലിമീറ്റർ എന്നുള്ള യൂണിറ്റ് ആണ്. നമ്മൾ നിങ്ങളുടെ റൂളർ എടുത്ത് കയ്യിൽ നോക്കിയാൽ അറിയാം. റൂളറില് മില്ലിമീറ്ററിൽ ഇങ്ങനെ ചെറിയ വര, സെന്റിമീറ്ററിന് ഇടയ്ക്ക് ചെറിയ ചെറിയ സ്മോൾ ഇതില്ലേ, വരകൾ കിടപ്പില്ലേ? മില്ലിമീറ്റർ. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ റൂളറിലുള്ളത് അതെന്താണ്? സെന്റിമീറ്റർ. നിങ്ങളുടെ പെൻസിൽ, പിന്നെ പെൻ, ഇങ്ങനത്തെ ഐറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് ഈ ബുക്കൊക്കെ ആണെങ്കിൽ ബുക്കിന്റെ ഇതൊക്കെ നമുക്ക് സെന്റിമീറ്ററിലാണ് അളന്നെടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഏതാ നിങ്ങൾ പഠിച്ചത്? ഇച്ചിരി കൂടെ കൂടിയാലോ
മീറ്റർ. നമ്മുടെ റൂമിന്റെ സൈഡ് ലെന്ത് എത്രയാണ്, അല്ലെ ബ്രെഡ്ത്ത് എത്രയാണ്, ഇതൊക്കെ നമുക്ക് മീറ്ററിൽ പറയാം അല്ലെ. അപ്പൊ ഈ മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ തീരെ ചെറിയതായിട്ടുള്ള ചെറിയ നീളങ്ങളാണ് പറയുന്നത്. സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് പെൻസില് അല്ലെങ്കിൽ പെന്ന് അങ്ങനത്തെ ഒക്കെ പറയാം, അല്ലെ ബുക്കിന്റെ സൈഡൊക്കെ പറയാം. മീറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിന്റെ സൈഡ്, നമ്മുടെ കിടക്കുന്ന കോട്ടനുള്ള കട്ടിലുള്ള അതിന്റെ സൈഡ്, അല്ലെങ്കിൽ റൂമിന്റെ സൈഡ്, ബ്രെഡ്ത്ത് ലെന്ത് ഇതൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഡോറിന്റെ ലെന്ത് ബ്രെഡ്ത്ത്, വിൻഡോയുടെ ലെന്ത് ബ്രെഡ്ത്ത് ഒക്കെ പറയാം. ഇനി ഇത് കഴിഞ്ഞാൽ വരുന്ന ഏതാ? കിലോമീറ്റർ. അപ്പൊ നമ്മുടെ ഹൗസും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ച്, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പിള്, അല്ലെങ്കിൽ നമ്മുടെ മോസ്കോ വീടും തമ്മിലുള്ള ദൂരം, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കിലോമീറ്റർ. നമ്മുടെ വീടും നമ്മുടെ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ സ്ഥലവും തമ്മിലുള്ള ദൂരമൊക്കെ കിലോമീറ്ററിൽ പറയാം. അപ്പൊ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യുക? കിലോമീറ്റർ. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് മില്ലിമീറ്റർ, ദെൻ സെന്റിമീറ്റർ, ദെൻ മീറ്റർ, ദെൻ കിലോമീറ്റർ. ഇനി ഇതും പരസ്പരം റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങൾ റൂളർ എടുത്ത് റൂളറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സെന്റിമീറ്ററും മില്ലിമീറ്ററും തമ്മിലുള്ള റിലേഷൻ അവിടെ ഉണ്ട്. എത്ര വരകൾ ജോയിൻ ചെയ്ത് വരുമ്പോഴായിരിക്കും 1 സെന്റിമീറ്റർ ആകുക? നിങ്ങൾ കണ്ടോ? 10 മില്ലിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ഇവിടെ എങ്ങനെയാണ്? 1 മീറ്റർ അല്ല, 1 സെന്റിമീറ്റർ കേട്ടോ, സോറി. 10 മില്ലിമീറ്റർ ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. സോ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റൂളറിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് അറിയാം. ഇനി മീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? മീറ്ററും സെന്റിമീറ്ററും തമ്മിൽ 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്ററുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലാണ് ഈ 1 മീറ്റർ ആകുന്നത്. നമ്മുടെ റൂളറില് 10 മില്ലിമീറ്റർ, 10 ആ വരകൾ ചേർന്ന് വരുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആണ്. അതുപോലെ നമ്മള് ടൈലറിംഗ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മെഷർമെന്റ് ഒക്കെ എടുക്കാൻ ടേപ്പ് യൂസ് ചെയ്യത്തില്ല. ആ ടേപ്പിലൊക്കെ ആകുമ്പോൾ 1 മീറ്റർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. അപ്പൊ അവിടെ എങ്ങനെയാണ്? 100 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? 1 മീറ്റർ എന്ന് വിളിക്കും. ഇനി ഈ മീറ്ററും മില്ലിമീറ്ററും കൂടെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്താലോ? മീറ്ററും മില്ലിമീറ്ററും റിലേറ്റ് ചെയ്യാനായിട്ട് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. ഈ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 10 മില്ലിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത് പറയാം. 1 മീറ്റർ ഈക്വൽ ടു 1000 മില്ലിമീറ്റർ. 1 മീറ്റർ ഈക്വൽ ടു 1000 മില്ലിമീറ്റർ. അതായത് 1000 മില്ലിമീറ്റർ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ ആകും. അതായത് ഈ 100 സെന്റിമീറ്റർ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 1 മീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കിലോമീറ്ററും മീറ്ററും തമ്മിലുള്ള റിലേഷൻ നോക്കാം. കിലോമീറ്ററും മീറ്ററും പറയുമ്പോൾ 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. ഇത് കൂട്ട് മീറ്റേഴ്സ് 1000 ആയി കഴിയുമ്പോൾ 1000 എണ്ണം ഇങ്ങനെ യോജിച്ച് വന്നു കഴിയുമ്പോൾ എത്രയാവും? 1 കിലോമീറ്റർ. റിലേഷൻ ഓർത്തെ 1 സെന്റിമീറ്റർ ഈക്വൽ 10 മില്ലിമീറ്റർ, 1 മീറ്റർ ഈക്വൽ 100 സെന്റിമീറ്റർ. അഗെയിൻ 1 മീറ്റർ ഈക്വൽ 1000 മില്ലിമീറ്റർ. നമുക്ക് മില്ലിമീറ്ററിലും മീറ്ററിനെ പറയാം, സെന്റിമീറ്ററിലും മീറ്ററിനെ പറയാം. നെക്സ്റ്റ് 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ മില്ലിമീറ്ററിലേക്ക് മാറ്റാം. 1000 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 ഇൻറ്റു 1000 മില്ലിമീറ്റർ നടക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലിക്വിഡ് ഐറ്റംസ്, അതായത് ഓയില്, കെറോസിൻ, വാട്ടർ, ഇതൊക്കെ എങ്ങനെ, അതായത് മിൽക്ക്, ജ്യൂസ്, ഇതിന്റെയൊക്കെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? എല്ലാരും പറഞ്ഞു കഴിഞ്ഞു മിൽക്കാണ്. ഏതൊക്കെയാ? മില്ലി ലിറ്റർ, ലിറ്റർ, ഇതൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. ലിറ്ററും മില്ലി ലിറ്ററും ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മെഡിസിൻ, നമ്മുടെ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ ഒക്കെ കഴിക്കുന്നത്, അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് മില്ലി ലിറ്റർ ആൻഡ് ലിറ്റർ. ഇനി ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടല്ലോ. 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇനി നമുക്ക് വേർഡ് പ്രോബ്ലംസ് എക്സസൈസ് 1.2 വേർഡ് പ്രോബ്ലംസ് നോക്കാം. Now take your textbook, page number 16.
പേജ് നമ്പർ 16. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ട്രൈ ദീസ് ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണം ചെയ്ത് നോക്കാം കേട്ടോ. പേജ് 13 പേജ് 14 ട്രൈ ദീസ് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വീഡിയോയിൽ കൂടെ പോകുമ്പോൾ ഈ ഫുള്ള് ട്രൈ ദീസ് നമുക്ക് ചെയ്ത് പോകാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്, ചെയ്ത് നോക്കണം. എക്സസൈസ് 1.2 page 16 question number 1. Okay, a book exhibition was held for 4 days in a school. എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു സ്കൂളില് ബുക്ക് എക്സിബിഷൻ എത്ര ഡേയ്സ്? 4 ഡേയ്സിന് നടക്കുന്നുണ്ട്. The number of tickets sold at the counter on the first, second, third and final day was respectively 1094, 1812, 2050 and 2751. Find the total number of tickets sold on all the 4 days. So book exhibition 4 days നടക്കുമ്പോൾ ഓരോ ദിവസവും നമ്പർ ഓഫ് ടിക്കറ്റ്സ് വിറ്റത്, സോൾഡ് ചെയ്യാന്ന് പറയുന്ന വിറ്റത്, അതിന്റെ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡേയില് 1094 ടിക്കറ്റ്സ് സോൾഡ് ചെയ്തു. ഫസ്റ്റ് ഡേ എത്രയാണ്? 1094. Now second day 1812, 1812 and third day 2050 and last fourth day 2751. ഓരോ ദിവസവും 4 days എക്സിബിഷൻ നടന്നു. ഓരോ ദിവസവും എക്സിബിഷന് സോൾഡ് ചെയ്ത ടിക്കറ്റ്സിന്റെ നമ്പരും തന്നു. Now question is, find the total number of tickets sold on all the 4 days. Total number of tickets sold. What is the meaning of total number of tickets? ആകെ മൊത്തം എത്ര ആയി? എന്ത് ചെയ്താ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താ മതി. മനസ്സിലായോ? അപ്പൊ നമ്മള് ഇതിന്റെ സ്റ്റെപ്പ് എഴുതുമ്പോ എങ്ങനെയാണ്? നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് ഓൺ ഫസ്റ്റ് ഡേ 1094, number of tickets sold on second day 1812 and number of tickets sold on third day. അങ്ങനെ എഴുതുക. നെക്സ്റ്റ് ഫോർത്ത് ഡേ. എന്നിട്ട് എന്ത് എഴുതണം? ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് ഈക്വൽ ടു എന്തെഴുതും? 1094 പ്ലസ് 1812 പ്ലസ് 2050 പ്ലസ് 2751. ഇങ്ങനെ എഴുതിയിട്ട് സൈഡില് റൈറ്റ് സൈഡില് മാർജിൻ ഡ്രോ ചെയ്ത് അവിടെ നിങ്ങൾ അഡീഷൻ ചെയ്യണം. അഡീഷൻ ചെയ്യുമ്പോൾ അഡീഷൻ എല്ലാവർക്കും അറിയാലോ, ഞാൻ ഇനി അത് പഠിപ്പിക്കണ്ടല്ലോ. നിങ്ങൾ പല രീതിയിൽ അഡീഷൻ ചെയ്യുന്നവർ കാണും. ഒന്നെങ്കിൽ ഇങ്ങനെ 2 നമ്പേഴ്സ് ഫസ്റ്റ് ആഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനോട് തേർഡ് നമ്പർ ആഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനോട് ഫോർത്ത് നമ്പർ ആഡ് ചെയ്യുക. ഇതുപോലെ മിസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് 2 ഡേയ്സിലെ ആഡ് ചെയ്തു 2906 കിട്ടി. അതിനോട് നെക്സ്റ്റ് തേർഡ് ഡേയിലെ 2050 ആഡ് ചെയ്തു. നമുക്ക് 4956 കിട്ടി. അതിനോട് ലാസ്റ്റ് ഡേയിലെ 2751 ആഡ് ചെയ്തു. ടോട്ടൽ 7707 കിട്ടി. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി അതെല്ലാം നീ 4 നമ്പേഴ്സ് ഒന്നിച്ചെഴുതിയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അത് നല്ല കാര്യമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ മൈൻഡിലൊന്ന് നോക്കണം. അല്ലെങ്കിൽ തെറ്റിക്കാതെ ഇതുപോലെ സൈഡിൽ ചെയ്തിട്ട് ആൻസർ എടുത്തിടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ശേഖർ ഈസ് എ ഫേമസ് ക്രിക്കറ്റ് പ്ലെയർ. ശേഖർ ഈസ് എ ഫേമസ് ക്രിക്കറ്റ് പ്ലെയർ കേട്ടോ. സച്ചിൻ തെണ്ടുൽക്കറെ പോലെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെന്നാണ് പറയുന്നത്. He has so far scored 6980 runs in test matches. അദ്ദേഹത്തിന് ടെസ്റ്റ് മാച്ചസിൽ കിട്ടിയ റൺസിന്റെ നമ്പറാണ് തന്നിരിക്കുന്നത്. He wishes to complete 10,000 runs. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? 10,000 റൺസ് വാങ്ങിക്കണം. How many more runs does he need? How many more runs does he need? അദ്ദേഹത്തിന് എത്ര റണ്ണ് കൂടുതൽ ഇനി ആവശ്യമുണ്ട്? അപ്പൊ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്? 10,000 എത്തണം. ഇപ്പൊ എത്രയിലാ നിൽക്കുന്നേ? 6980. ഇത് ചെയ്താൽ മതിയായിരിക്കും എത്ര വേണമെന്ന് കണ്ടുപിടിക്കാൻ. വെരി ഗുഡ്. അതിന്റെ ഡിഫറൻസ് കണ്ടെത്തിയാൽ മതി അല്ലേ? അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സബ്ട്രാക്ഷൻ, മൈനസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ്?
ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ശേഖർ ഹാസ് സ്കോർഡ് റൺസ്. സോ ഫാർ സ്കോർഡ് റൺസ്. എത്രയാണ് സ്കോർ ചെയ്തത്? 6980. ഇനി എത്രയാണ് അദ്ദേഹം വിഷ് ചെയ്യുന്നത്? എത്രയാണ്? ശേഖർ വിഷസ് ടു കംപ്ലീറ്റ് 10,000 റൺസ്. ശേഖർ വിഷസ് ടു കംപ്ലീറ്റ് 10,000 റൺസ്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഹൗ മെനി മോർ റൺസ്? സോ നമ്പർ ഓഫ് മോർ റൺസ് ഈക്വൽ ടു 10,000 മൈനസ് 6980. ഇനി എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. സബ്സ്ട്രാക്ഷൻ ഞാൻ പഠിപ്പിക്കണം. ഇങ്ങനത്തെ നമ്പറിന്റെ ഒക്കെ സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. 10,000 എഴുതുക. ഇത് എത്ര ഡിജിറ്റ് നമ്പറാണ്? 1 2 3 4 5 ഡിജിറ്റ് നമ്പർ. ഇവിടെ എത്രയാണ്? 4 ഡിജിറ്റ് നമ്പർ. വൺസിന്റെ പ്ലേസിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുക. ഇവിടെ ഉണ്ടോ? നമ്പർ വരുന്നുണ്ടോ? ഇല്ല. സബ്സ്ട്രാക്ഷൻ. 0 മൈനസ് 0 0. ഇനി നോക്കിയേ, 8നേക്കാൾ സ്മോളസ്റ്റ് നമ്പർ ആണ് മുകളില്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 0യെ ബോറോ ചെയ്ത് 10 ആക്കണം. ബോറോ ചെയ്യാൻ തൊട്ടടുത്തുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന് വാങ്ങും? ഇവിടുന്ന്. ഇദ്ദേഹത്തിന് 1 കൊടുത്തപ്പോ ഇത് 10 ആയി, ഇവിടെ 0 ആയി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മേടിക്കുക. അപ്പൊ ഇവിടെ എത്രയാകും? 10 ആകും. ഇവിടെ എത്രയാകും? 9 ആയി. ഇനി ഈ 10ൽ നിന്ന് വേണം ഇദ്ദേഹത്തിനൊരു 1 വേണം. അപ്പൊ ഇവിടെ 9 ഹിയർ 10. ഈ സബ്ട്രാക്ഷൻ ചെയ്യാം. 10 മൈനസ് 8 2. 9 മൈനസ് 9 0. 9 മൈനസ് 6 3. So here 0. So എത്ര റൺസ് മോർ വേണം? 3020. Now question number 3. In an election, the successful candidate registered 5,77,500 votes and his nearest rival secured 3,48,700 votes. By what margin did the successful candidate win the election? Election കേട്ടിട്ടുണ്ടോ എല്ലാരും? ഉണ്ടല്ലേ. ഈയിടെയും ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എല്ലാരും അറിയാം. അപ്പൊ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എത്രയാണ് കിട്ടിയത്? 5,77,500. ഇതാണ് ലാർജ് നമ്പർ. നമ്മള് ലൈഫിൽ യൂസ് ചെയ്യുന്ന ലാർജ് നമ്പർ ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇത് ലാക്ക് വരുന്ന നമ്പറാണ്. ഇനി അതിന്റെ നിയറസ്റ്റ് വന്നയാൾക്ക് എത്രയാ കിട്ടിയിരിക്കുന്നത്? 3,48,700. അപ്പൊ എത്ര മാർജിൻ എന്ന് പറഞ്ഞാൽ എത്ര വ്യത്യാസത്തിലാണ് വിൻ ചെയ്തയാള് ആ സ്ഥാനം നേടിയെടുത്തത്? അപ്പൊ നമ്മൾ ഇതെല്ലാം വേർഡ് പ്രോബ്ലത്തിലെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വോട്ട്സ് രജിസ്റ്റേർഡ് ബൈ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്. വോട്ട്സ് രജിസ്റ്റേർഡ് ബൈ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് കിട്ടിയ വോട്ട്സ് എത്രയാണ്? ഈക്വൽ ടു 5,77,500. What is the next step? Votes registered by the nearest rival. ഞാൻ തൊട്ടടുത്ത് വന്നയാള് എത്രയാണ്? 3,48,700. Now what is the question? At what margin did the successful candidate win the election? അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കണ്ടെത്തേണ്ടത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മാർജിൻ ബൈ വിച്ച് ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് വോൺ. ആ മാർജിൻ നമ്മൾ കണ്ടുപിടിക്കാൻ 5,77,500 മൈനസ് 3,48,700. ഇനി സബ്സ്ട്രാക്ഷൻ ചെയ്ത് കാണിക്കണ്ടല്ലോ. മാർജിനിൽ കറക്റ്റ് ആയിട്ട് സബ്സ്ട്രാക്ഷൻ ഒക്കെ നോട്ട്ബുക്കിൽ കാണണം. നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2,28,800 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും വോട്ട്സിനാണ് ജയിച്ച ആള് കൂടുതൽ വോട്ട്സ് കിട്ടി ജയിച്ചത്. Now question 4. Kirti bookstore sold books worth ₹2,85,891 in the first week of June and books worth ₹4,768 in the second week of the month. How much was the sale for the 2 weeks together? In which week was the sale greater and by how much? So what is the question? There is a bookstore. What is name? Kirti bookstore. They sold books in first June. ജൂണിന്റെ ഫസ്റ്റ് വീക്കില്, ആദ്യത്തെ വീക്കില് എത്ര രൂപയ്ക്കുള്ള ബുക്കാണ് സോൾഡ് ചെയ്തത്? വിറ്റത്
2,85,891. Okay. Then next second week എത്ര രൂപയ്ക്കാണ്? 4,768. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ 3 സെക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വാസ് ദ സെയിൽ ഫോർ ദ 2 weeks ടുഗദർ? 2 weeksല് ടുഗദർ എന്ന് പറഞ്ഞ മീനിങ് എന്തായിരിക്കും? ഒന്നിച്ച്. അപ്പൊ നമ്മള് ടോട്ടൽ, ടുഗദർ, ഓൾ ടുഗദർ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ വന്നാൽ അപ്പോഴേ ഓർത്തോണം അഡീഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ആ വേർഡ്സ് ഒക്കെ ഓർത്തിരുന്നോണം. അപ്പൊ വേർഡ് പ്രോബ്ലംസിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾ അറൌണ്ട്, അങ്ങനെ ഓൾ എത്ര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡീഷൻ ആണ്. അപ്പൊ ഈ 2 weeksലെ ടുഗദർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഫസ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വീക്കിലെ റുപ്പീസും സെക്കൻഡ് വീക്കിലെ റുപ്പീസും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. സോ ഫസ്റ്റ് വീക്കിൽ എത്രയാണെന്ന് എഴുതുക. സെക്കൻഡ് വീക്കിൽ നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നീട്ടി ബോർഡിൽ ഇങ്ങനെ എഴുതാത്തത് കേട്ടോ. അപ്പൊ സെക്കൻഡ് വീക്കിൽ എത്രയാണെന്ന് കൊടുക്കുന്നു. ടോട്ടല് സൈഡ് മാർജിനിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ തന്നെ റഫ് ബുക്കിൽ ആഡ് ചെയ്ത് നോക്കണം. ഇപ്പൊ ഈ നമ്പർ കിട്ടും. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട്, ഇൻ വിച്ച് വീക്ക് വാസ് ദ സെയിൽ ഗ്രേറ്റർ? ഏത് വീക്കിലാണ് ഗ്രേറ്റർ സെയിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ സെയിൽ നടന്നത്? ഏത് വീക്കിലായിരിക്കും? ഈ നമ്പേഴ്സ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഒന്ന് കമ്പയർ ചെയ്ത് വിച്ച് ഈസ് ഗ്രേറ്റർ? ദിസ് നമ്പർ ഈസ് ഗ്രേറ്റർ. അപ്പൊ ഏത് വീക്കിലായിരിക്കും കൂടുതൽ സെയിൽ നടന്നത്? സെക്കൻഡ് വീക്ക്. സോ ദ ആൻസർ ഈസ് ഇൻ സെക്കൻഡ് വീക്ക് വാസ് ദ സെയിൽ ഗ്രേറ്റർ. ഇനി അതിൽ തന്നെ അതിന്റെ തേർഡ് സെക്ഷൻ ഉണ്ട്, ആൻഡ് ബൈ ഹൗ മച്ച്? എത്ര കൂടുതലാണ് വന്നത്? ബൈ ഹൗ മച്ച് എത്രയാണ് അവരുടെ ഡിഫറൻസിൽ എത്ര കൂടുതൽ? അപ്പൊ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ വന്നു? 3 questions. പക്ഷെ നമ്മൾ വേഗം വായിക്കുമ്പോൾ അതൊന്നും കാണുകയില്ല, കണ്ണിൽ പെടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ആദ്യം ടോട്ടൽ എത്രയാന്ന് വന്നു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആരാണ് സെയിൽ ഗ്രേറ്റർ എന്ന് വന്നു, തേർഡ് ക്വസ്റ്റ്യൻ എത്ര, ബൈ ഹൗ മച്ച്. ബൈ ഹൗ മച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4,768 മൈനസ് 2,85,891 സബ്സ്ട്രാക്ട് ചെയ്യണം. അത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കി കണ്ടെത്തുക. Now question 5. Find the difference between the greatest and the least 5-digit number that can be written using the digits 6, 2, 7, 4, 3. Each one only once. Question meaning മനസ്സിലായോ? Find the difference between the greatest and the least 5-digit number that can be written using the digits 6, 2, 7, 4, 3 each only once. എന്ന് പറഞ്ഞാൽ 6, 2, 7, 4, 3 ഈ ഡിജിറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ സ്മോളസ്റ്റ് നമ്പറിന്റെ ഡിഫറൻസ്. അത് 5-digit നമ്പർ ആണ്. അവിടെ എത്ര ഡിജിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്? 5 digits. അപ്പൊ നമുക്ക് 5 digit ഉള്ള സ്മോളസ്റ്റ് നമ്പരും 5 digit ഉള്ള ഗ്രേറ്റസ്റ്റ് നമ്പരും മേക്ക് ചെയ്യുക, അതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. These are the given digits. First make smallest 5-digit number, then make greatest 5-digit number. So smallest number എങ്ങനെയാ മേക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏറ്റവും സ്മോളസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് 2, then 3, then 4, then 6, 7. ഇനി ഇതിനിടയ്ക്കൊന്നും കൊണ്ട് കോമ ഇട്ട് വെച്ച് ഇത് സെപ്പറേറ്റ് ഡിജിറ്റ്സ് ആക്കരുത് കേട്ടോ. 23,467. ഇതിനിടയിൽ കോമ നമുക്ക് കൊടുക്കുക. എങ്ങനെയാ? പ്ലേസ് അനുസരിച്ച് നമ്മുടെ പീരീഡ് അനുസരിച്ച് നമ്പർ സിസ്റ്റത്തിലെ പേര് കൊടുക്കുമ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിലും ഒക്കെ കൊടുക്കുമ്പോൾ ഇതിന് കൊടുക്കാം. അല്ലാതെ ഇതുപോലെ ഓരോന്നിനും ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ എഴുതിയിട്ട് കോമ കൊടുത്തേക്കരുത്. Now next is greatest number. Greatest make ചെയ്യാൻ എന്താ ചെയ്താൽ മതി? ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് 6, 7, then 4, then 3, 2. Okay, 76,432. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യുക. സോ സബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് മാർജിനിൽ ഇതുപോലെ നടുക്കൊണ്ട് എഴുതി വെക്കരുത് കേട്ടോ. ബോർഡിൽ കാണുന്ന പോലെ അല്ല, സൈഡിലെ മാർജിനിൽ ആ നമ്പർ എഴുതുക. ഇപ്പൊ 7നേക്കാൾ സ്മോളസ്റ്റ് ആണ് 2. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ബോറോ ചെയ്ത് 12 ആക്കി. ഇവിടെ 2 ആയി. 6നേക്കാൾ സ്മോൾ ആണ് 2. അതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് ബോറോ ചെയ്ത് ഇവിടെ 12 ആക്കി. അപ്പോൾ ഇവിടെ 4നേക്കാൾ ചെറുതായിപ്പോയി 3. സോ ഇവിടുന്ന് ബോറോ ചെയ്ത് 13 ആക്കി. ഇത് 5 ആയി. അപ്പൊ 3 ആണ് ഇവിടെ ചെറുതാണ്, ഇവിടെ 5 ആണ്, കുഴപ്പമില്ല. എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. 12 - 7 5, 12 - 6 6,
13 minus 4, 9. 5 minus 3, 2. 7 minus 2, 5. You have taken enough time for subtraction. Okay. Now we get the difference 52,965. Today we are going to wind up this class here. Next questions we will do next day. Okay. So study well, write notes. ഈ വേർഡ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഒരു 3 or 4 ടൈംസ് റീഡ് ചെയ്ത് അത് റഫ് ബുക്കിൽ ഒന്ന് എഴുതിയൊക്കെ നോക്കണം. എന്നാലേ ഓർത്തിരിക്കുള്ളൂ. സ്റ്റെപ്പൊക്കെ എഴുതി ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്തും ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.